ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷ് പറയുന്നു, തന്നെ സ്നേഹിച്ചൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നൊരു കാരണം കൊണ്ട് തെറ്റുകാരനാണെന്ന് തോമസ് ഏട്ടന് തോന്നുന്നുണ്ടെങ്കിൽ സ്വന്തം ജീവിതത്തിലും തോമസ് ഏട്ടന് കുറ്റബോധം തോന്നണം. തോമസ് ഏട്ടാ, എന്റെ നേരെ തെറ്റുകാരനാണെന്ന് തോമസ് ഏട്ടൻ ഒരു വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് വിരലും തോമസ് ഏട്ടന് നേരെ നിൽക്കുന്നത്. ആൻസി ചേച്ചിയായുള്ള തോമസ് ഏട്ടന്റെ ജീവിതം ഒരു പാഴ്വേലയല്ലെന്ന് തോമസ് ഏട്ടൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ തോമസ് ഏട്ടൻ എന്നെ സഹായിക്കണം. തിങ്കളാഴ്ച രാവിലെ ഞാൻ വരും. ഒരു വണ്ടിയുടെ താക്കോല് തോമസ് ഏട്ടൻ എന്നെ ഏൽപ്പിക്കണം. തോമസ് ചോദിക്കുന്നു, എടാ ആ പെണ്ണിന്റെ വീട്ടുകാർ വന്ന വല്ല പ്രശ്നം ഉണ്ടാക്കൂടാ? സുധീഷ് പറയുന്നു, ഒരിക്കലും വരില്ല തോമസ് ഏട്ടാ, ഒരിക്കലും വരില്ല. തോമസ് ഏട്ടന്റെ ആൻസി ചേച്ചിയെ വീട്ടുകാർ ഉപേക്ഷിച്ചതുപോലെ നിധിയെ അവര് നടതള്ളി. ചത്താലും തിരിഞ്ഞു നോക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. പെറ്റവർക്കും കൂടപ്പിറപ്പുകൾക്കും തള്ളിക്കളയാൻ പറ്റും, പക്ഷെ മനസ്സ് തുറന്ന പ്രേമിച്ചവർക്ക് പറ്റുമോ തോമസ് ഏട്ടാ? ഞാനെന്നാ തിങ്കളാഴ്ച വരട്ടെ. തോമസ് പറയുന്നു, ഞാനൊന്ന് ആലോചിക്കട്ടെ. സുധീഷ് പറയുന്നു, മതി ആലോചിച്ചിട്ട് മതി. ഞായറാഴ്ച രാത്രി വരെ ചേട്ടനിരുന്ന് ആലോചിച്ചു. ഞാൻ തിങ്കളാഴ്ച രാവിലെ വന്ന് ജോയിൻ ചെയ്തോളാം. തോമസ് പറയുന്നു, എടാ ഞാൻ ആലോചിക്കട്ടെ എന്നാ പറഞ്ഞത്, ജോലി തരാമെന്നല്ല. സുധീഷ് പറയുന്നു, തോമസ് ഏട്ടാ നിങ്ങൾ ആലോചിക്കാമെന്ന് പറഞ്ഞാൽ തരാമെന്ന് തന്നെയാണ് തോമസ് ഏട്ടാ. തോമസ് പറയുന്നു, ഈ നാക്കില്ലായിരുന്നെങ്കിലേ നിന്നെ വല്ല ചക്കിപ്പരന്തും റാഞ്ചിയനെ. ആ കുട്ടിയെ വിഷമിപ്പിച്ചു എന്നാങ്ങാണം ഞാൻ അറിഞ്ഞാൽ. സുധീഷ് ചോദിക്കുന്നു, വിഷമിപ്പിക്കുകയോ? ഞാനോ? അതൊന്നും ഒരിക്കലും ഇല്ല തോമസ് ഏട്ടാ. ഒരുപാട് സ്വപ്നങ്ങളുള്ള കുട്ടി അവള്. ഇനിയും പഠിക്കണം, ജോലിക്ക് പോണം. പക്ഷെ അവളുടെ വീട്ടുകാരെ അവളുടെ സർട്ടിഫിക്കറ്റ് മൊത്തം കത്തിച്ചു കളഞ്ഞു തോമസ് ഏട്ടാ. ഇനിയിപ്പം അതെല്ലാം സംഘടിപ്പിക്കണം, അവൾക്കൊരു ജോലി കിട്ടണം, ഇനിയും പഠിക്കണം. ഈ വലിയ വലിയ ഉയരങ്ങളിലേക്ക് അവള് കയറി പോകുന്നതേ താഴെ നിന്ന് എനിക്ക് നോക്കി കാണണം. അന്നേരം അവളുടെ വീട്ടുകാര് പറയണം അവളെടുത്ത തീരുമാനമായിരുന്നു ശരിയെന്ന്. പുഞ്ചിരിച്ച് തോമസ് പറയുന്നു, ഇതാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ അപ്പോൾ സുധീഷ് പറയുകയാണ്, തോമസ് ഏട്ടൻ കൂടെ ഉണ്ടാകും, എനിക്കറിയാം. അല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് തോമസ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഒന്നും പറയണ്ട, എനിക്കറിയാം. തിങ്കളാഴ്ച രാവിലെ മുതൽ ഞാൻ ഈ ഡ്രൈവർ സീറ്റിലുണ്ടാകും. അപ്പൊ കാണാം, ബൈ. എടയുടെ പോകല്ലെന്ന് തോമസ് പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, ഓക്കെ ചേട്ടാ, തിങ്കളാഴ്ച കാണാം. തോമസ് ചിരിച്ചുകൊണ്ട് കാറിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് റോഡ് സൈഡിലൂടെ നടന്നു പോവുകയാണ് നിധിയും നികേഷും. നിധി ചോദിക്കുന്നു, നികേഷ് ഡിഗ്രി കഴിഞ്ഞാല് എന്താ നിന്റെ പ്ലാൻ? നികേഷ് പറയുന്നു, എന്ത് പ്ലാൻ? വല്ല പണിയും നോക്കണം. നിധി ചോദിക്കുന്നു, ബികോം കഴിഞ്ഞിട്ട് എന്ത് പണി കിട്ടാനാടാ? നികേഷ് പറയുകയാണ്, വല്ല കടയിലും കണക്കെഴുതാനിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ടന്റിന് കൂടെ സഹായിയായി പോകാം. നിധി പറയുന്നു, ഫോറിനിൽ പോയി എന്തോ ഒരു കോഴ്സ് ചെയ്യണമെന്നാണല്ലോ സുധീഷ് പറഞ്ഞത്. നികേഷ് പറയുകയാണ്, അത് ശരി, അപ്പൊ സുധീഷ് ഏട്ടൻ തള്ളിമറിച്ച കൂട്ടത്തില് എന്നെ വിട്ടില്ല അല്ലേ? ഏട്ടത്തിക്ക് വട്ടുണ്ടോ? നമ്മുടെ വീടിന്റെ അന്തരീക്ഷം കണ്ടിട്ട് ഫോറിനിലൊക്കെ പോയി പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് തന്നെ സുഭാഷ് ഏട്ടനും ഹരീഷ് ഏട്ടനും തരുന്ന കാശ് കൊണ്ട് നടക്കുന്നതാ. സുധീഷ് ഒന്നും തരില്ലെന്ന് നിധി ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നു, നല്ല കാര്യമായി. നിധി ചോദിക്കുന്നു, ഹരീഷ് ശരിക്കും എന്താ ചെയ്യുന്നത്? നികേഷ് ചോദിക്കുന്നു, ഹരീഷ് ഏട്ടൻ എന്ത് ചെയ്യുവാണെന്നാ പറഞ്ഞത്? നിധി പറയുകയാണ്, എന്തോ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. നികേഷ് പറയുകയാണ്, അത് പിന്നെ മേസ്തിരിനെ ഒരു ആർക്കിടെക്റ്റും സർക്കാർ കോളേജിൽ ബികോം പഠിക്കുന്നവനെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്കും അയച്ച സ്ഥിതിക്ക് ഹരീഷ് ഏട്ടനെ ഒരു വലിയ മെക്കാനിക് ഷോപ്പിന്റെ ഓണർ ആക്കി കാണും. ഇന്നെന്തായാലും നമുക്ക് ആ കള്ളവും കൂടി പൊളിക്കാം. ഏട്ടത്തി വാ, ഒരു 10 മിനിറ്റ് നടന്നാലേ ഹരീഷ് ഏട്ടന്റെ ജോലി സ്ഥലമാകും. വാ ഏട്ടത്തി വാ. അങ്ങനെ നിധിയും കൂട്ടി ഹരീഷിന്റെ വർക്ക്ഷോപ്പിലേക്ക് ചെല്ലുകയാണ് നികേഷ്. ടിറ്റോ പറയുന്നു, നികേഷ് വാ, ഏട്ടത്തി ഉണ്ടോ? നികേഷ് ചോദിക്കുന്നു, ഹരീഷ് ഏട്ടൻ എവിടെ? ടെസ്റ്റിന് പോയതാണല്ലോ എന്ന് ടിറ്റോ പറയുമ്പോൾ ഹരീഷ് അവിടേക്ക് വരികയാണ്. സന്തോഷത്തോടു കൂടി നിധിയുടെ അരികിലേക്ക് വന്ന് ഹരീഷ് പറയുന്നു, ഏട്ടത്തി എടാ ഒരു ചെയർ ഇട്ട് കൊടുക്കടാ. നികേഷ് പറയുന്നു, ദാ നിൽക്കുന്നു ഏട്ടത്തി, വലിയ മെക്കാനിക് ഷോപ്പിന്റെ ഓണറായ നമ്മുടെ പാവ ഹരീഷ് ഏട്ടൻ. ഞങ്ങള് പറയാറേ വണ്ടിപ്പണി നാട്ടോ. ഹരീഷ് ചോദിക്കുന്നു, അല്ല എന്താ ഇവിടെ ഇരിക്ക്. നിധി പറയുന്നു, വേണ്ട, ഇതിലേ പോയപ്പോൾ വെറുതെ കയറിയതാ. നികേഷ് പറയുന്നു, അതല്ല ഹരീഷ് ഏട്ടാ, ചേട്ടൻ വലിയ മെക്കാനിക്കൽ സ്പാ പാർട്ട്ണർഷിപ്പിൽ നടത്തുകയാണെന്ന് സുധീഷ് ഏട്ടൻ തള്ളി വെച്ചിരിക്കുന്നത്. ഇത് കേട്ട് ഹരീഷ് കണ്ണു തള്ളി നിധിയെ നോക്കുമ്പോൾ നികേഷ് പറയുന്നു, അപ്പൊ ഞാനത് നേരിൽ കാണിക്കാൻ വന്നതാ. ടിറ്റോ പറയുന്നു, പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിന്റെ മുതലാളി ഇങ്ങോട്ട് വരുന്നത് കളക്ഷൻ വാങ്ങാൻ വേണ്ടി മാത്രമാ. തുറക്കുന്നതും അടയ്ക്കുന്നതും പണിയുന്നതും ഒക്കെ ഹരീഷ് ഏട്ടനോ? ചന്തു പറയുന്നു, അതെ, ആ നിലയ്ക്ക് വർക്കിംഗ് പാർട്ട്ണർ ആണെന്ന് തന്നെ പറയാം അല്ലെ? ഹരീഷ് പറയുന്നു, എടാ മിണ്ടാണ്ടിരിക്കടാ. ചന്തു പറയണ, അല്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഹരീഷ് പറയുന്നു, ഞങ്ങൾ എല്ലാവരും ഇവിടുത്തെ പണിക്കാരാ. ടിറ്റോ പറയണ, ഹരീഷ് ഏട്ടനാ മെയിൻ, ഞങ്ങളൊക്കെ അപ്രന്റീസാ. ഹരീഷ് പറയുന്നു, അയ്യോ നിക്കണ്ട, ഇരിക്കൂ. നിധി പുഞ്ചിരിച്ച് അവിടേക്ക് ഇരിക്കുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തി ജ്യൂസ് വല്ലതും പറയട്ടെ? വേണ്ടാന്ന് നിധി പറയുമ്പോൾ ഹരീഷ് പറയണ, അല്ല സാരമില്ല ചന്തു, പോയി 2 ജ്യൂസ് മേടിച്ചോണ്ട് വാ. ഞാൻ ഇപ്പൊ മേടിച്ചോണ്ട് വരാൻ ചേട്ടാന്ന് പറഞ്ഞ് ചന്തു അവിടെ നിന്ന് പോവുകയാണ്. നിധി ചൂടെടുത്തിട്ട് ഷാള് കൊണ്ട് വീശുമ്പോൾ ഫാൻ നിധിക്ക് കാറ്റ് കിട്ടുന്ന രീതിയിൽ വെക്കുകയാണ് ഹരീഷ്. പുഞ്ചിരിച്ച് നിധി ചോദിക്കുന്നു, എത്ര കാലമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു? ഹരീഷ് പറയുന്നു, ഞാൻ +2 തോറ്റപ്പോൾ ഇങ്ങോട്ട് വന്നതാ. അന്നൊരു പീറ്റർ ആശാൻ ഉണ്ടായിരുന്നു, പുള്ളി കൂട്ടിക്കൊണ്ട് വന്നതാ. ഇപ്പൊ കുറെ വർഷമായി. പീറ്റർ ആശാൻ മരിച്ചപ്പോൾ കടയുടെ ചുമതല എനിക്കായി. അന്ന് ഏത് കോളേജിലാ പഠിച്ചെന്ന് ഏട്ടത്തി ചോദിച്ചില്ലേ? ഞാൻ കോളേജിലൊന്നും പോയിട്ടില്ലെന്ന് അന്നേ പറയാൻ വിചാരിച്ചതാ, പക്ഷേ സിറ്റുവേഷൻ ശരിയായില്ല. ഈ സമയം ജ്യൂസുമായി എവിടേക്ക് വരികയാണ് ചന്തു. ഇതാ എടുത്തി കുടിക്കുന്നു പറഞ്ഞ് നിധിയുടെ കയ്യിലേക്ക് ചന്തു
ജ്യൂസ് കൊടുക്കുകയാണ്. നികേഷിന്റെ നേരെ ജ്യൂസ് നീട്ടുമ്പോൾ നികേഷ് പറയുന്നു എനിക്ക് വേണ്ടായിരുന്നല്ലോ. ഹരീഷ് പറയുന്നു എടാ കുടിക്ക്, നല്ല വെയില, എടുത്ത് കുടിക്ക്. ജ്യൂസ് കുടിച്ചുകൊണ്ട് ചുറ്റും നോക്കുകയാണ് നിധി. തുടർന്ന് വീട്ടിലേക്ക് വന്ന നിധി റൂമിലിരുന്ന് ആലോചിക്കുകയാണ്. അവിടേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, അല്ല ഇയാൾ ഇവിടെ ഇരിക്കുകയായിരുന്നു, പുറത്ത് എന്തൊരു ചൂടാണല്ലേ. അല്ല ഇയാൾ എന്താ ഫാനൊന്നും ഇടാതെ ഇരിക്കുന്നത്? വേനൽ കടക്കും മുമ്പേ ഈ വീട്ടിൽ നമുക്കൊരു AC വെക്കണം. പകൽ സമയത്ത് ഇയാള് വീട്ടിലിരിക്കുന്നത് കൊണ്ട് AC ഇല്ലാതെ പറ്റില്ല. നിധി പറയുന്നു അതെ, അതിനു മുമ്പേ ഹോൾസീലും ചെയ്യണം, അല്ലെങ്കിൽ ഓടിനിലയിലെ ഓട്ടയിലൂടെ തണുപ്പ് പുറത്തു പോയാലോ. മുകളിലേക്ക് നോക്കിക്കൊണ്ട് സുധീഷ് ചോദിക്കുന്നു, അങ്ങനെ തണുക്കുവോ? ട്രൂ. നിധി ചോദിക്കുന്നു, അല്ല നമ്മുടെ നികേഷിന്റെ പഠിപ്പ് കഴിഞ്ഞാൽ എന്താ പ്ലാൻ എന്നാ പറഞ്ഞേ? സുധീഷ് മനസ്സിൽ പറയുന്നു, കുടുങ്ങിയല്ലോ. എന്ത് പ്ലാൻ എന്നാണാവോ ഞാൻ പറഞ്ഞത്? എന്താന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ല ഈ പ്ലാൻ എന്ന് പറയുമ്പോഴേ. നിധി പറയുന്നു, അതെ ഒരു പ്ലാൻ ഉണ്ടെന്ന് എന്നോട് മുമ്പേ പറഞ്ഞിരുന്നു. സുധീഷ് ചോദിക്കുന്നു, അതെയോ, അതും അവൻ പറഞ്ഞോ? നിധി പറയുന്നു, ഇല്ല ഇപ്പൊ സുധീഷ് പറഞ്ഞാ മതി. സുധീഷ് ചോദിക്കുന്നു, അല്ല എന്തിനാ ഇപ്പം പെട്ടെന്ന് അറിഞ്ഞിട്ട്? നിധി ചോദിക്കുന്നു, എന്താ പറഞ്ഞെന്ന് മറന്നുപോയല്ലേ? സത്യമാണെങ്കിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യമില്ല, പക്ഷെ നുണ പറയുമ്പോൾ നമ്മൾ ഓർത്തു വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ബബബാന്നിരിക്കും. ഓരോ നുണയാണ് പറഞ്ഞതെങ്കിൽ പോട്ടേന്ന് വെക്കാം, പക്ഷെ നാം എടുത്താൽ നുണ മാത്രം അടിച്ചുവിടുന്ന ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കാണുന്നത്. ഇണെ അനിയൻ പഠിക്കാൻ ബഹുകേമൻ, അവനെ വിദേശത്തയച്ച് പഠിപ്പിക്കണം, എന്തൊക്കെയായിരുന്നു തട്ടിവിട്ടത്? സുധീഷ് മനസ്സിൽ പറയുന്നു, അങ്ങനെയായിരുന്നോ പറഞ്ഞത്? നിധി പറയുന്നു, അവന് ഡിഗ്രി ജയിക്കുമെന്ന് പോലും വിശ്വാസമില്ല, അത് കഴിഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ജോലി ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് നടക്കുകയവൻ. ഇന്ന് ഞാൻ ഹരീഷിന്റെ കടയിലേക്കും പോയിരുന്നു. സുധീഷ് മനസ്സിൽ പറയുന്നു, അങ്ങോട്ടും പോയോ? നിധി ചോദിക്കേണ്ട, അവൻ എന്ത് ചെയ്യുന്നു എന്നാ പറഞ്ഞേ? സ്വന്തം വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയും പറയുന്നതിന് എന്തിനാ ഇയാൾക്കൊരു കുറച്ചില്? ചേട്ടനെ മേസ്തിരിയിൽ നിന്നും മാർക്കറ്റൊക്കെ മാറ്റിയാൽ ഇല്ലാത്ത അന്തസ്സ് ഉണ്ടാകുമോ? അനിയൻ മെക്കാനിക്കാണ്, ചേട്ടൻ മേസ്തിരിയാണെന്നൊക്കെ പറയുന്നതില് ഇയാൾക്ക് എന്താ പ്രശ്നം? സുധീഷ് പറയുന്നു, അതന്ന് ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയപ്പോഴേ ഒരുമിച്ച് കുറെ നുണകൾ ഇങ്ങനെ വന്നു വീണതാ, ഓരോന്നായിട്ട് എടുത്തു വെച്ചെന്നെ നാണം കെടുത്തല്ലേ പ്ലീസ്. നിധി പറയുന്നു, ഇപ്പോഴല്ലേ ഞാൻ ഓരോന്നായിട്ട് അറിയുന്നത്. സുധീഷ് പറയുന്നു, അതെ ഇയാൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച് ഈ വീട്ടിൽ വന്നിരിക്കുമെന്ന് ഞാൻ അന്നേ അറിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ ശരിക്കും സത്യം പറഞ്ഞേനെ. പക്ഷേ ഇനി ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ആളാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ തട്ടിവിട്ടത്. ചുമ്മാ ഒരു പെണ്ണ് വന്ന് ചോദിക്കുമ്പോഴേ ഞാൻ എന്തിനാ കുറയ്ക്കുന്നതെന്ന് കരുതി. നിധി ചോദിക്കുന്നു, ഇത്രയും നുണ പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇപ്പൊ പോലും മുന്നിൽ വന്ന് നിന്ന് തള്ളി വിടുകയാണല്ലോ. സുധീഷ് പറയുന്നു, എടോ ഇയാളൊരു കാര്യം മനസ്സിലാക്കണം. ദേ ഈ വീടിനെ പറ്റി ഞാനപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ പിന്നെ എങ്ങനെ പറയാനാ? ഇതിനെ ഒരു വീടായിട്ട് ഞങ്ങൾ പോലും കണക്കാക്കിയിട്ടില്ല. 5 ആണുങ്ങൾ വന്ന് കിടന്നുറങ്ങുന്ന ഒരു സ്ഥലം. അങ്ങനെ പറഞ്ഞ പിന്നെ എന്നെ ആർക്കെങ്കിലും വല്ല വിലയുണ്ടാകും? എടോ ഞാൻ വെറുതെ നുണ പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഒരാള് പോലും എന്റെ അടുത്ത് മിണ്ടാൻ വരൂല, അതാദ്യം താൻ മനസ്സിലാക്കണം. ദേ ഈ പറഞ്ഞ ഇയാള് പോലും എന്റെ അടുത്ത് സംസാരിക്കുമായിരുന്നില്ല. നിധി ചോദിക്കുന്നു, ഞാൻ സംസാരിച്ചില്ലെങ്കിൽ ഇയാൾക്ക് എന്താ? സുധീഷ് പറയുന്നു, അല്ല എനിക്കൊന്നുമില്ല, എനിക്കെന്ത് നഷ്ടം? നഷ്ടം ഇയാൾക്ക് തന്നെയാ. ആ കങ്കാരുവിനെ കിട്ടി ഓസ്ട്രേലിയയിലേക്ക് പോകേണ്ടി വന്നേനെ, ആ സൈക്കോയുടെ കൂടെ ജീവിതം തുടങ്ങി പോയേനെ. അല്ല അന്ന് എന്നോട് സംസാരിച്ചത് കൊണ്ടാ ഇയാളിപ്പം രക്ഷപ്പെട്ടു നിൽക്കുന്നത്. അങ്ങനെ ഇയാൾ സംസാരിക്കാനുള്ള കാരണം അന്ന് ഞാൻ ഉണ്ടാക്കിയ ഫോൾസ് ഇൻഫർമേഷനാ. പിന്നെ ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനാണെന്ന് ഇയാൾക്ക് തോന്നിച്ചത് ആ നുണകൾ കൊണ്ടുകൂടിയാ. അപ്പൊ ആ നുണ നല്ലതാണോ അതോ ചീത്തയാണോ? സുധീഷ് പറയുന്നു, നല്ലതാ, അതുകൊണ്ടാ ഇയാൾ ഇവിടെ വന്നതും ജോലിക്ക് അന്വേഷിക്കാൻ തുടങ്ങിയതും. സോ ദാറ്റ് മീൻസ് ആ നുണകള് എനിക്കിപ്പം ദോഷം ചെയ്തെങ്കിലും തനിക്ക് നല്ലതേ ചെയ്തുള്ളൂ. ആം ഐ കറക്റ്റ്? നിധി ചോദിക്കുന്നു, ഓഹോ എനിക്ക് നല്ലത് വരാനാ നിങ്ങൾ അത്രയും നുണ പറഞ്ഞത് അല്ലേ? സുധീഷ് പറയുന്നു, അതെ. എടോ ഞാൻ അന്ന് പറഞ്ഞ നുണകളുടെ തുടർച്ചയായി ഇപ്പോഴത്തെ ഈ ജീവിതം. അത് ശരിയല്ലേ? ചില നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിലേ നമ്മള് ചെറുതായിട്ടൊന്ന് നുണ പറയുന്നതിൽ തെറ്റൊന്നുമില്ല, അത് പറയാം. ദേഷ്യത്തോടു കൂടി നിധി പറയുന്നു, നിങ്ങളെ ഉണ്ടല്ലോ ഞാൻ. അങ്ങനെ പില്ലോ എടുത്ത് സുധീഷിനെ തല്ലാനായി വരികയാണ് നിധി. പിന്നോട്ട് മാറിക്കൊണ്ട് സുധീഷ് പറയുന്നു, അയ്യോ അടിക്കില്ലേ അടിക്കില്ലേ. പില്ലോ ബെഡിലേക്കിട്ട് നിധി പറയുന്നു, ഒരു മിനിറ്റ് ഇങ്ങി വാ. വരില്ലാന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, ഒന്നിങ്ങി വരാൻ. സുധീഷ് അരികിലേക്ക് വന്ന് എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അച്ഛൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ഒരു കുട്ടിയെ പോലെ ആയിരുന്നല്ലോ ഇന്നലെ. സാധാരണ ദിവസങ്ങളിൽ അച്ഛനെ മൈൻഡ് പോലും ചെയ്യാത്ത ഇയാള് ഇന്നലെ അച്ഛൻ പറഞ്ഞപ്പോഴേക്കും കിടക്കേ മടക്കി വന്നല്ലോ. സുധീഷ് പറയുന്നു, അത് ഈ അച്ഛൻ പറയുമ്പോൾ ഇടയ്ക്കൊക്കെ അനുസരിക്കുന്നതിൽ തെറ്റുണ്ടോ? അയ്യോ വേറൊന്നുകൊണ്ടുമല്ല, ഇതേ ചോദ്യം നികേഷും ഹരീഷും എന്നോട് ചോദിക്കാറുണ്ടേ. നമ്മുടെ കാര്യം അവർക്കറിയില്ലല്ലോ. അവരുടെ മുന്നിൽ വെച്ച് അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ടാ ഞാൻ അകത്തേക്ക് വന്നത്. നിധി പറയുന്നു, നിങ്ങളൊരു പെരും നുണയനാ, എനിക്ക് വിശ്വാസമില്ല. സുധീഷ് പറയുന്നു, ഷെടാ ഇതിപ്പോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാനൊരു സത്യസന്ധനാണെന്ന് തെളിയിച്ചാലേ പറ്റൂ. ഒരു പകലും രാത്രിയും ഇയാൾ എന്റെ കൂടെ തനിയായിരുന്നു, അത് ഓർക്കുന്നുണ്ടല്ലോ. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ഇയാളോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? ഈ സുധീഷേ അന്തസ്സുള്ളവനാ. പിന്നെ വീടിനെ പറ്റിയും വീട്ടുകാരെ പറ്റിയൊക്കെ ചെറുതായിട്ടൊന്ന് അടിച്ചു വിട്ടു എന്ന് കരുതി എന്റെ ക്യാരക്ടർ മുഴുവൻ മോശമാണെന്ന് വരുത്തി തീർക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, അത് വളരെ മോശമായി പോയി നിധി, മോശമായിപ്പോയി. നിധി ചോദിക്കുന്നു, സ്വന്തം കുടുംബത്തെ പറ്റി കള്ളം പറയുന്നവന് എന്ത് ക്യാരക്ടർ ഉണ്ടെന്നാ? സുധീഷ് പറയുന്നു, ക്യാരക്ടർ ഉണ്ട്. ഒരു പെണ്ണിനെ അവള് നേരിടാൻ പോകുന്ന ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തി സുരക്ഷിതമായിട്ട് വീട്ടിൽ കൊണ്ടുവന്നാക്കിയില്ലേ, അത് തന്നെ എന്റെ ക്യാരക്ടർ. ഈ പഠിപ്പിലും ജോലിയിലും ഒന്നും അല്ല ക്യാരക്ടർ ഇരിക്കുന്നത്. ക്യാരക്ടർ ഇരിക്കുന്നത്
ഇങ്ങനെയുള്ള കാര്യങ്ങളില. നിധി പറയുന്നു, നിങ്ങളുടെ ഈ നാക്കുകൊണ്ട് പാവം സുഭാഷ് ഏട്ടനെ അനിയന്മാരെയും പറ്റിക്കാൻ പറ്റിയേക്കും, പക്ഷെ എന്നെ പറ്റില്ല. ജോലിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് കള്ളം പറഞ്ഞു, അതുപോലെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇത് ആവർത്തിച്ചാൽ ഈ നിധി ആരാണെന്ന് നിങ്ങൾ അറിയും. പറഞ്ഞില്ലെന്ന് വേണ്ട. ഇത് കേട്ട് തലയാട്ടുകയാണ് സുധീഷ്. പിന്നീട് കാണിക്കുന്നത് പാട്ടും പാടി ഹാളിലേക്ക് വരികയാണ് ഭാസ്കരൻ. ഹരീഷും നികേഷും സുധീഷും ഭാസ്കരനെ ശ്രദ്ധിക്കുന്നു. ചുവരിലേക്കൊക്കെ ഭാസ്കരൻ നോക്കുമ്പോൾ സുധീഷ് പതിയെ ചോദിക്കുന്നു, എന്താടാ? അപ്പോൾ നികേഷ് പറയുകയാണ്, ഒരു ഐഡിയ ഇല്ല. ഭാസ്കരൻ പറയുന്നു, ഇവിടെ വാസ്തു പോരാ, അവിടെ പറ്റും, അതൊക്കെയാ. സുധീഷ് ചുവരിൽ തട്ടി നോക്കുകയാണ്. സുഭാഷ് അവിടേക്ക് വരുന്നു. ഭാസ്കരൻ പറയുന്നു, എടാ നീ ഇങ്ങോട്ട് മാറിയേ. സുഭാഷ് ചോദിക്കുന്നു, എന്താ അച്ഛാ ചെയ്യാൻ പോകുന്നത്? ഭാസ്കരൻ പറയുകയാണ്, വെയിറ്റ് ആൻഡ് സീ മകൻ, നീ ഇങ്ങോട്ട് മാറടാ, ഇന്നിട്ട് മാറടാ. സുധീഷ് സംശയത്തോടു കൂടി അവിടെ തന്നെ ഇരിക്കുകയാണ്. ഭാസ്കരൻ പറയുന്നു, ഭവാൻ ആ ഇരിപ്പിടത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന പരിശുദ്ധ പ്രശ്നം ഒന്ന് എടുത്തു മാറ്റി തന്നാലും. അടിയനൊരല്പം പണിയുണ്ടായിരുന്നു. എന്ത് പണിയെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുന്നു, എഴുന്നേറ്റ് മാറടാ. ഇത് കേട്ട് സുധീഷ് എഴുന്നേറ്റ് മാറുമ്പോൾ കസേരയിലേക്ക് കയറി നിന്ന് ചുവരിൽ ആണി അടിക്കുകയാണ് ഭാസ്കരൻ. സുഭാഷ് പറയുന്നു, അല്ലെങ്കിൽ തന്നെ വീട് പൊളിഞ്ഞിരിക്കുക, ഇനി ആണി അടിക്കണോ? ഭാസ്കരൻ പറയുകയാണ്, ഒന്ന് പോടാ. ടേബിളിൽ വെച്ചിരിക്കുന്ന പൊതി എടുത്തു നോക്കുകയാണ് നികേഷ്. അരികിലേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു, എടാ അത് തൊടരുത്. അതില് സുധീഷിന്റെയും നിധിയുടെയും വിവാഹ ഫോട്ടോയാണ്. ഒപ്പം ഭാസ്കരനും നികേഷും ഹരീഷും സുഭാഷും ഉണ്ട്. ഹരീഷും നികേഷും കണ്ടു തള്ളി നിൽക്കുമ്പോൾ സംശയത്തോടുകൂടി ഭാസ്കരനെ നോക്കുകയാണ് സുഭാഷും സുധീഷും. ഭാസ്കരൻ പറയുന്നു, എന്താടാ നോക്കുന്നത്? ഭാസ്കരൻ ആ ഫോട്ടോ ചുവരിലേക്ക് വെക്കുമ്പോൾ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുധീഷ്. സുഭാഷ് അമ്പരന്ന് നിൽക്കുന്നു. ചിരിച്ച് കൈകൊട്ടിക്കൊണ്ട് ഭാസ്കരൻ പറയുന്നു, അടിപൊളി. നികേഷ് പറയുകയാണ്, കലക്കിയല്ലേ? പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുകയാണ്, അപ്പോ അച്ഛൻ അത് ചെയ്തു അല്ലേ? ഭാസ്കരൻ പറയുന്നു, യെസ്, ഐ എം എ റെസ്പോൺസിബിൾ ഫാദർ. നിധി അവിടേക്ക് വരുമ്പോൾ ഭാസ്കരൻ പറയുകയാണ്, നോക്കുമോളെ എങ്ങനുണ്ട്? അടിപൊളി. ആ ഫോട്ടോ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിധി. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, അച്ഛൻ എന്ത് പണി കാണിച്ചത്? ഭാസ്കരൻ പറയുന്നു, ദേ നോക്ക്, ഈ പണി തന്നെടാ. ഈ ഫോട്ടോയും ആൽബം ഒന്നും വേണ്ടെന്ന് ഞാൻ ആ ഫോട്ടോഗ്രാഫറോട് പറഞ്ഞിരുന്നതാണല്ലോ. ഭാസ്കരൻ പറയുന്നു, വേണമെന്ന് ഞാൻ അവനോട് പറഞ്ഞു, അതാണ് ഇതേ ഇരിക്കുന്നത്. ഹരീഷ് ചോദിക്കുന്നു, എന്താ ആൽബം വേണ്ടാന്ന് പറഞ്ഞ്? സുഭാഷ് പറയുന്നു, അത് ഒന്നുമില്ല, വെറുതെ ചിലവ് വേണ്ടാന്ന് കരുതി. ഭാസ്കരൻ പറയുന്നു, എന്നാ പിന്നെ ഫോട്ടോഗ്രാഫറെ വിളിക്കാതിരുന്ന പോരായിരുന്നു? ഇതിന്റെ കാശ് ഞാൻ കൊടുത്തു, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലപ്പോ പുറകെ വരും. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ നിധി ടെൻഷനോട് കൂടി സുഭാഷിനെ നോക്കുകയാണ്. സുഭാഷ് അടുക്കളയിലേക്ക് പോകുന്നു. നിധിയും സുഭാഷിന്റെ പിന്നാലെ പോവുകയാണ്. നികേഷ് പറയുന്നു, ഫോട്ടോ എന്തായാലും കലക്കി അല്ലെ ഹരീഷ് ഏട്ടാ? നമ്മുടെ അച്ഛൻ ഇത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഹരീഷ് പറയുന്നു, ചെയ്തതാണോ ചെയ്യിപ്പിച്ചതാണോ എന്ന് ആർക്കറിയാം. അങ്ങനെ സംശയത്തോടു കൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് ഹരീഷ് അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് പറയുന്നു, എടാ ഈ ഫോട്ടോയിൽ നിന്റെ ചേട്ടനെ നോക്കടാ, രാജാവിനെ പോലെയുണ്ട്. നികേഷ് പറയുന്നു, കൊള്ളാം, അപ്പൊ ഞാൻ ചിന്ന രാജാവായിരിക്കും അല്ലെ? തുടർന്ന് നിധി പറയുന്നു, ഞാൻ പേടിച്ചതുപോലെയാ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് സുഭാഷ് ഏട്ടാ. ഇനി ഇവിടെ തുടർന്നാൽ എല്ലാവരെയും ചതിക്കുന്നത് പോലെയാകും. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാ ഞാൻ പോവാണെന്ന് പറഞ്ഞത്. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു, ആ ഫോട്ടോയ്ക്ക് എന്താ കുഴപ്പം? സുഭാഷ് പറയുന്നു, അതിന് കുഴപ്പമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഹരീഷ് ചോദിക്കാണ്, പിന്നെന്തിനാ ആ ഫോട്ടോ അവിടെ തൂക്കിയപ്പോൾ സുഭാഷ് ഏട്ടൻ വല്ലാതെ ടെൻഷനായത്? സുഭാഷ് പറയുന്നു, ടെൻഷനോ? ഞാൻ ടെൻഷനൊന്നും ആയില്ലല്ലോ. ഹരീഷ് പറയുന്നു, അത് എന്തിനാണെന്ന് ചോദിച്ചതോ? സുധീഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞതല്ലേ, ആ ഫോട്ടോ ചുവരിൽ തൂക്കിയാൽ എന്താ തെറ്റ്? സുഭാഷ് പറയുന്നു, തെറ്റുണ്ടായിട്ടൊന്നുമല്ല, വെറുതെ അത് എന്തിനാണെന്ന് ചോദിച്ചു എന്ന് മാത്രം. ഹരീഷ് പറയുന്നു, അതെങ്ങനെയാ വെറുതെ ആകുന്നത്? അങ്ങേരുടെയും കൂടി വീട്, അങ്ങേരുടെയും കൂടി ഫോട്ടോ, അത് ചുമരിൽ തൂക്കുന്നത് എങ്ങനെയാ സുഭാഷ് ഏട്ട അനാവശ്യ കാര്യമാകുന്നത്? അല്ല, അതിലെന്താ സുഭാഷ് ഏട്ടന്റെ പ്രശ്നം? ആ ഫോട്ടോഗ്രാഫറോട് ആൽബം ഒന്നും വേണ്ടെന്ന് സുഭാഷ് ഏട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്തിന്? സുഭാഷ് ഏട്ടൻ മുൻകൈ എടുത്ത് നടത്തിയ കല്യാണം അല്ലേ ഇത്? എത്ര കാശ് ചിലവായി, എന്നിട്ടിപ്പം ആൽബം മാത്രം സുഭാഷ് ഏട്ടന് അനാവശ്യ ചിലവായോ? സുഭാഷ് പറയുന്നു, അതിപ്പോ ആൽബം സൂക്ഷിക്കുന്നതൊക്കെ കുറഞ്ഞില്ലേ, എല്ലാം പെൻഡ്രൈവിൽ സൂക്ഷിച്ചു വെക്കുന്നതല്ലേ പതിവ്, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഹരീഷ് പറയുന്നു, എനിക്ക് മനസ്സിലാകുന്നില്ല സുഭാഷ് ഏട്ടന് എന്ത് മാറ്റമാ ഉണ്ടായതെന്ന്. സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയുന്നത് വരെ സുധീഷ് ഏട്ടൻ ഒന്നും പാടില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡ് എത്ര ക്രൂരമാ. സുഭാഷ് ഏട്ടനൊക്കെ ഞങ്ങളുടെ മനസ്സിൽ എന്തു വലിയ സ്ഥാനമാണെന്നറിയുമോ? ഒരു ഫോട്ടോ തൂക്കുന്നതിന് പോലും സുഭാഷ് ഏട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറണമെങ്കിൽ നാളെ ഈ വീട്ടിൽ എന്തൊക്കെ കാണാനിരിക്കുന്നു? വൈകിട്ട് ടിവിയിൽ കാണുന്ന സീരിയലിൽ പോലും ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടാകില്ല. ഇത് ശരിയല്ല സുഭാഷ് ഏട്ടാ, ഒരിക്കലും ഇതൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല. അങ്ങനെ ഹരീഷ് അവിടെ വന്ന് പോകുമ്പോൾ സുഭാഷ് വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ചപ്പാത്തി പരത്തുന്ന സുനന്ദ പറയുന്നു, ഈ ചപ്പാത്തിയും ചിക്കൻ കറിയും ഒക്കെ അച്ഛൻ എന്നും അവിടെ കഴിക്കുന്നുണ്ടാകും. ഇവിടെ വരുമ്പോൾ അവിടെ കിട്ടാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കുന്നതല്ലേ അമ്മേ നല്ലത്? ലളിത പറയുന്നു, നാടൻ കോഴി വറുത്തരച്ചത് അച്ഛന് വലിയ ഇഷ്ടമാണ്. അവിടെ നാടൻ കോഴി കിട്ടില്ലല്ലോ. 3 കൊല്ലമായി അച്ഛൻ പോയിട്ട്. നിന്റെ കല്യാണത്തിനുള്ള കാശുണ്ടാക്കാനാ അച്ഛൻ രാവും പകലും കഷ്ടപ്പെടുന്നെന്നാ പറയാറ്. അത് കഴിഞ്ഞാ പിന്നെ അച്ഛനോട് ഞാൻ പോകണ്ടെന്ന് പറയും. പക്ഷെ ആള് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താന്ന് സുനന്ദ ചോദിക്കുമ്പോൾ ലളിത പറയുകയാണ്, കയ്യിലുള്ളത് മുഴുവനും എടുത്ത് കല്യാണം നടത്തിയാ പിന്നെ ജീവിക്കാൻ എന്തോ ചെയ്യും? പോയല്ലേ പറ്റൂ. പാവം. സുനന്ദ പറയുന്നു, അതിന് അത്ര ചിലവാക്കി കല്യാണം നടത്തണ്ടെന്ന് തീരുമാനിച്ച പോരെ? ലളിത പറയുന്നു, അതൊന്നും നീ ആലോചിക്കണ്ട. ആ മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമാ അത് ഭംഗിയായിട്ട് തന്നെ നടന്നോട്ടെ. സുനന്ദ പറയുന്നു, പക്ഷെ ഇത്തവണ അച്ഛൻ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. അല്ലെങ്കിൽ വരുന്നതിന് 6 മാസം മുമ്പേ ഡേറ്റ് ഒക്കെ അറിയിക്കുന്നതല്ലേ? ഇതിപ്പോ ഇന്നലെ വിളിച്ചു പറഞ്ഞു ഇന്ന് വരുന്നു. എന്താ അങ്ങനെ? ലളിത പറയുകയാണ്, എന്നോട് പോലും ടിക്കറ്റ് എടുത്തിട്ടാ പറഞ്ഞത്.
എന്തോ അത്യാവശ്യ കാര്യത്തിനാണത്രേ. സുനന്ദ ചോദിക്കുന്നു, എന്ത് അത്യാവശ്യം? ലളിത പറയുകയാണ്, എനിക്കറിയില്ല, വരുമ്പോ നീ തന്നെ നേരിട്ട് ചോദിച്ചോ. സുനന്ദ പറയുന്നു, ദേ കാറ് വന്നു, അച്ഛനാണെന്ന് തോന്നുന്നു. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഓടി പോവുകയാണ്. കാറിൽ നിന്നും ഇറങ്ങി ചുറ്റും നോക്കുകയാണ് സുനന്ദയുടെ അച്ഛൻ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. സുനന്ദയുടെ വിവാഹകാര്യം തീരുമാനിക്കുകയാണ് ഗൾഫിൽ നിന്നും എത്തിയ സുനന്ദയുടെ അച്ഛൻ. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് സുഭാഷിനെ കാണാനായി ഓടി പോവുകയാണ് സുനന്ദ. അടുക്കളയിലേക്ക് വന്ന സുനന്ദ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഇത് കണ്ട് കുറച്ചപ്പുറത്തായി നിന്ന് അവരെ ശ്രദ്ധിക്കുകയാണ് നിധി. സുനന്ദ പറയുന്നു, വീട്ടിലവര് പെണ്ണ് കാണാൻ ഇന്ന് ആള് വരുമെന്ന് പറയുന്നു. എനിക്ക് വയ്യ അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ. സുഭാഷേട്ടനെ അല്ലാതെ എനിക്ക് വേറൊരാളെ ആലോചിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ സുനന്ദ സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഇത് കണ്ടുകൊണ്ട് അവിടെ കൂടി വരികയാണ് ലളിതയും സുനന്ദയുടെ അച്ഛനും. ലളിത ദേഷ്യത്തോടുകൂടി സുനന്ദയെ പിടിച്ചു മാറ്റുമ്പോൾ സുനന്ദയുടെ അച്ഛൻ സുഭാഷിനെ തല്ലുകയാണ്. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് നിധി. സുഭാഷിന്റെ നേരെ വിരൽ ചൂണ്ടി സുനന്ദയുടെ അച്ഛൻ പറയുന്നു, ഇനി നീ എന്റെ മോളുടെ നിഴല് പോലും കണ്ടുപോകരുത്. അങ്ങനെ ഉണ്ടായാൽ അന്ന് നിന്റെ അവസാനമായിരിക്കും. അങ്ങനെ സുനന്ദയുടെ അച്ഛൻ സുഭാഷിനെ തല്ലുമ്പോൾ മുന്നിലേക്ക് കയറി നിന്ന് തടയുകയാണ് നിധി. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.